സ്വന്തം വീട്ടിലും തൊഴിലിടത്തും പൊതുസ്ഥലത്തും എന്തിനു പറയുന്നു ഓടുന്ന ട്രെയിനിൽ പോലും പെൺകുട്ടികളും സ്ത്രീകളും സുരക്ഷിതരല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പകല് പോലും പുറത്തു വന്നത്. അതായത് ഓടുന്ന ട്രെയിനിൽ സ്വന്തം മുത്തച്ഛനോടൊപ്പം കിടന്നുറങ്ങിയായിരുന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചൊരു സംഭവം. ഇത് വടക്കേന്ത്യയിലൊന്നുമല്ല ഉണ്ടായത്, നമ്മുടെ കേരളത്തിൽ കൊല്ലം പുനലൂരിലാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതോടൊപ്പം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു സ്പായിൽ ജോലിക്കെത്തിയ യുവതിക്ക് നേരെ ഉണ്ടായ പീഡന ശ്രമം. കൊച്ചിയിൽ സിനിമാ സെറ്റിൽ വെച്ച് മോഡലിന് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമം. നിരവധി പീഡന കേസുകളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോജോ കുരിശിങ്കലിനെതിരായിട്ടുള്ള ഒരു പരാതിയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഈ ജോജോയെക്കുറിച്ചൊന്ന് അറിയണം. അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ ഒരു മൃഗവേട്ട കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനിടെയാണ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു മോഡലിനെ ഈ ജോജോ ലൈംഗികമായി ചൂഷണം ചെയ്തത്. തൃപ്പൂണിത്തുറയിലെ സിനിമാ സെറ്റിൽ വെച്ചായിരുന്നു പീഡനം. അതിനുശേഷം ഇയാളുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിച്ചും ലൈംഗികമായി ചൂഷണം ചെയ്തു. അതിൻ്റെ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഈ ജോജോ കുരിശിങ്കലിനെതിരായിട്ടുള്ളൊരു പരാതി, അത് ആദ്യത്തെ പരാതിയല്ല. ഇതിനു മുൻപ് ഇയാൾക്കെതിരെ മുൻപും കേസുകളുള്ളതാണ്. പക്ഷെ അത് മൃഗവേട്ടയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴാണ് ഒരു സ്ത്രീയെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട പരാതി പുറത്തു വരുന്നത്. ഇയാൾ നിരവധി പേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ചില ആക്ഷേപങ്ങൾ, ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു മോഡലിനെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് പരാതി. സംഭവത്തിൽ കേസെടുത്തു. പ്രതിയെക്കുറിച്ച് വിവരമുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, ഇതിൽ ഇയാൾക്ക് വേണ്ടിയുള്ള ഈ ജോജോ കുരിശിങ്കലിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണ്. പോലീസിൽ ഇത് പരാതിയായി മാറിയതോടെ ഈ പെൺകുട്ടി പരാതി നൽകി എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. മോഡലാണ്, അതോടൊപ്പം മറ്റ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നതെല്ലാം തന്നെയാണ് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരമായി നൽകി അവർ പറഞ്ഞിരിക്കുന്നത്, പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പരിചയപ്പെട്ടത്. അതിൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിയിൽ സൂചിപ്പിക്കുന്നത് അത് ഇവർ വിവാഹമോചിതയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇയാൾ പരിചയപ്പെടുകയും താനും വിവാഹമോചിതനാണ്. അതോടൊപ്പം തന്നെ ഇരുവരും പരിചയപ്പെട്ടപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നതെല്ലാം തന്നെ ഇവരോട് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവരൊരു സൗഹൃദം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് പലതവണയായിട്ട് പീഡിപ്പിക്കപ്പെട്ട വിവരം ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നു. പിന്നീട് ഇവരെ പലതവണ മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഇവർ പരാതി നൽകാനായിട്ട് നിർബന്ധിതയാവുന്നത്. ഇവർ മരട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി തന്നെയാണ് ഈ ജോജോ നിലവിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാകുന്നത്. പോലീസ് പറയുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുകയാണ്. സിനിമാ ബന്ധങ്ങളും പ്രത്യേകിച്ച് സിനിമാ സഹസംവിധായകനും എല്ലാം തന്നെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കുന്നു. ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ ഡാനി, അതാണ് കാരണം ഇയാളൊരു പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ചിത്രം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നതും എന്ന ചില വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഉന്നത ബന്ധമുള്ള വ്യക്തി, ഇയാൾക്ക് പോലീസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ? അത്തരം കാര്യങ്ങൾ കൂടി സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ പുറത്തു വന്ന ചിത്രങ്ങളിലൊന്ന്
ഒരു പോലീസ് യൂണിഫോം CA റാങ്കിലുള്ളൊരു യൂണിഫോം ധരിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അത് ഒപ്പമുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന രീതിയിലുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഈ ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കം സിനിമാ ബന്ധങ്ങളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ചില സിനിമാ താല്പര്യങ്ങളെല്ലാം വെച്ച് പുലർത്തുന്ന പല പോലീസുകാരെയെല്ലാം തന്നെ നമുക്കറിയാം. പലരും അതിൽ വിവാദങ്ങൾ പെടുകയും എല്ലാം തന്നെ ചെയ്ത് ചരിത്രവുമുണ്ടാണ്. അപ്പോൾ ഈ ഇത്തരം ബന്ധങ്ങളെല്ലാം പല സിനിമാക്കാർക്കുമുണ്ട്. അതിൽ ജോജോയ്ക്കും അത്തരം ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അനുമാനിക്കുന്നത്. ഇങ്ങനെ ഇതിലൂടെ വന്ന ആൾ അത്തരം ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് രക്ഷപ്പെടാനും. അതോടൊപ്പം തന്നെ നേരത്തെയും പരാതികളുണ്ടോ എന്നതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇതുപോലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം പരാതികളെ ഇല്ലാതാക്കിയോ, അല്ലെങ്കിൽ മറ്റ് പരാതിക്കാരെ തന്നെ അതിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം പരിശോധനകൾ വേണമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ മരട് പോലീസ് പറയുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നത് പറയും. നേരത്തെ ഒരു മൃഗവേട്ട സംബന്ധിച്ച്, ഈ വേട്ടയാടി മൃഗം പിടിച്ച് അതിൻ്റെ ഇറച്ചി ഉപയോഗിച്ചതുമായി സംബന്ധിച്ചെല്ലാം തന്നെ പരാതികൾ നിലവിലുണ്ട്, ഇയാൾക്കെതിരെ നിലവിലുണ്ട്. എന്തായാലും മറ്റ് പരാതികളുണ്ട്. പ്രത്യേകിച്ച് സമാനമായ രീതിയിൽ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ പരിശോധന തുടരുന്നു. നിലവിൽ അറിയാൻ കഴിയുന്ന ഇയാൾ ഒളിവിലാണ് എന്നതാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ളൊരു പരിശോധന തുടരുന്നു. ആരെയാണ് ഏതെങ്കിലും രീതിയിലൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിച്ച് വരികയാണ്. കേട്ടോ. തീർച്ചയായും ഡാനി, നമുക്കറിയാം ഈ സിനിമാ സെറ്റുകളിലെ പീഡനം, ഈ രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതി പുറത്തു വന്നപ്പോൾ തന്നെ അത് വീണ്ടും ചർച്ചയായതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഏറെ ചർച്ചയായ സംഭവമാണ് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നു. ഈ മോഡലിനെയും സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. പക്ഷേ അതിനുശേഷം ഇയാളുടെ ഫ്ളാറ്റിലെത്തി പീഡിപ്പിക്കുന്നു. നിരവധി തവണ, അതായത് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പക്ഷെ വീണ്ടും പലതവണ ഇയാൾ സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി, ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി, പിന്നീട് ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി പലതവണ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റു പല സ്ത്രീകളെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം, ഈ വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്ന ശേഷം കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നതും. മാത്രമല്ല ഇയാളെ സഹായിക്കുന്നത് ഒരു വനിതാ അഭിഭാഷകയാണ്, നിയമപരമായി സഹായിക്കുന്നതൊക്കെ ഒരു വനിതാ അഭിഭാഷകയാണെന്ന വിവരങ്ങളൊക്കെയാണല്ലോ പുറത്തു വരുന്നതും. എങ്ങനെയാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തലുകൾ? ഈ പെൺകുട്ടിയെ പലതവണയായി പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ പറയുന്നുണ്ടല്ലോ. FIR പറയുന്ന കാര്യങ്ങൾ അതാണ്. കാരണം ഈ പെൺകുട്ടിയെ പലതവണ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. അത് പലപ്പോഴും ഇയാൾ നിർബന്ധിക്കുകയും അവരുടെ ചിത്രങ്ങൾ കാണിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ മർദ്ദിക്കുകയും എല്ലാം, വിളിച്ചു വരുത്തി മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. ഇങ്ങനെയാണ് പലപ്പോഴും ഇയാൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നതെല്ലാം തന്നെ അവർ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ആണ് ആദ്യം ഇവരെ ഇയാൾ തന്നിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നീടാണ് ഈ രീതിയിലേക്കെല്ലാം തന്നെ അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ വിവാഹക്കാരും, ഈ ജോജോ എന്ന് പറയുന്ന ഇയാൾ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഈ പെൺകുട്ടി പരാതിയിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അത് നിലവിൽ നിലനിൽക്കുന്നു. തന്നോട് വിവാഹമോചിതനാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നതടക്കമുള്ള ചില സൂചനകൾ ഈ പരാതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇയാളെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഇതിൽ അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നിലവിൽ പോലീസ് അത്തരം ഒരു സാഹചര്യങ്ങൾക്ക് പിറകെയാണ്. ഏതായാലും അതിൽ അന്വേഷണം തുടരുന്നു. സിനിമാ സെറ്റിൽ വെച്ച് സംഭവിച്ചു എന്നത് കുറച്ചുകൂടി ഗുരുതരമായ കാര്യമാണ്. കാരണം നേരത്തെ ഇത്തരം കാര്യങ്ങൾ, സിനിമാ സെറ്റുകളിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി പല കമ്മിറ്റികളും അടക്കം രൂപീകരിച്ചിട്ടാണ് പല സിനിമകളുടെ പ്രവർത്തനം തന്നെ തുടരുന്നത്. അപ്പോൾ ഇതേത് സിനിമാ സെറ്റിൽ വെച്ചാണ് അവിടെ ഈ രീതിയിലേക്ക് ഇപ്പോൾ സിനിമയിൽ വേഷം നൽകാമെന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള വാഗ്ദാനങ്ങൾ? വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ സെറ്റിൽ വെച്ച് ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിന് ഈ പെൺകുട്ടി ഇരയായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതി ജോജോ കുരിശിങ്കലിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.